ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മദ്യം ഒരിക്കൽ തന്നെ കുടിച്ചാൽ പോലും 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കൂല. ഒരു തവണ മദ്യം രുചിച്ചവന്റെ 40 ദിന നമസ്കാരം സ്വീകരിക്കപ്പെടൂല. മാത്രമല്ല വലാ യമൂതു വഫീ മസാനീഹി മിന്നു ശൈഉൻ ഇല്ലാ ഹുർരിമത് അലൈഹിൽ ജന്ന. അത് കുടിച്ച് ആ ലഹരി അവന്റെ വയറ്റിലുണ്ടായിരിക്കെ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗം അവന്റെ മേൽ നിഷിദ്ധമാണ്. സ്വർഗം അവന്റെ മേൽ നിഷിദ്ധമാണ്. മാതമീതത്തൻ ജാഹിലിയ മരണമാണ് അവൻ മരിക്കുന്നത്. ആലോചിച്ചു നോക്കണം. ഇസ്ലാം വളരെ ഗൗരവത്തിലായത് പറയുന്നത്, വളരെ ഗൗരവത്തിലാണ്. മുസ്ലിം സമുദായം ഇതിനൊക്കെ വളരെ ഒരു ലാഘവ ബുദ്ധിയോടുകൂടി കാണുകയാണ്. എന്തേ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? നിങ്ങൾ നാട്ടിലൊന്ന് പോയി നോക്കിൻ. കല്യാണവേളകളിൽ മുസ്ലിമീങ്ങളുടെ കല്യാണത്തിന്റെ ദിവസം പൊട്ടിക്കുന്ന കുപ്പികൾ എത്രയാണ്? ഓ ആജിയാരുടെ വീട്ടിൽ പൊട്ടിക്കുന്നത് എത്രയാണ്? പണക്കാരന്റെ വീട്ടിൽ പൊട്ടിക്കുന്ന കുപ്പിയുടെ എണ്ണം എത്രയാണ്? അതാ ആ വീട്ടിൽ തലേന്ന് ഒരുക്കത്തിന് വരുന്നു എന്ന് പറയുന്ന തെമ്മാടി കുട്ടികൾ, യുവതി യുവാക്കന്മാര് കുടിച്ചു തള്ളുന്ന കുപ്പികൾ എത്രയാണ് മുസ്ലിമേ? അറിഞ്ഞിട്ടും അറിയാത്തമെന്ന മട്ടിൽ കണ്ണടക്കുന്നു ബന്ധപ്പെട്ട രക്ഷാധികാരികൾ. പാപ്പ കണ്ണടക്കുകയാണ്, മക്കളും കൂട്ടുകാരും പോയി വീശുന്നത് കണ്ടിട്ട് ഉമ്മ കണ്ണടക്കുകയാണ്, മണിയറയിൽ കുപ്പി കൊണ്ടുവന്ന് വെക്കുകയാണ്. അങ്ങനെ സർവ മോശത്തരങ്ങൾക്കും കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കല്യാണങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. മദ്യം എത്രയാണ് പൊട്ടിക്കുന്നത്? ഇതൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ സമുദായത്തിൽ. ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകൾക്കൊരു വലിയ വിഷമായിരുന്നു. ഒരാളൊന്ന് കുടിക്കാൻ തന്നെ എന്തായിരുന്നു സമൂഹത്തിൽ അവന്റെ സ്ഥിതി? ഇന്ന് സ്വകാര്യത പോയി, ഇന്ന് പരസ്യമാണ്. ഒരു പ്രശ്നവും ഒരാൾക്കുമില്ലല്ലോ, യാതൊരു ബുദ്ധിമുട്ടും ഒരാൾക്കുമില്ലല്ലോ. ഈ ഒരവസ്ഥ ലോകത്ത് വരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നാളെ മഹ്ശറിൽ എത്തിക്കഴിഞ്ഞാൽ ഈ രൂപത്തിൽ ഇത് രുചിച്ചു നോക്കിയവൻ അങ്ങനെ തൗബ ചെയ്യാതെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ വസഖാഹു മിൻ തീനത്തിൽ ഖബാൽ, തീനത്തുൽ ഖബാലിൽ നിന്നാണ് നരകത്തിൽ വെച്ചവന് കുടിപ്പിക്കപ്പെടുക. എന്താണ് ഈ തീനത്തുൽ ഖബാൽ? തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നഹറും മിൻ സദീദി അഹ്ലിന്നാർ, നരകത്തിയിൽ വെന്തരിയുന്ന പാപികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്ന ചീഞ്ചലമാണത്. നരകത്തിയിലുള്ള പാപികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്ന ചീഞ്ഞ ജലമാണത്, ചീഞ്ചലമാണ്. അതാണ് മദ്യപാനികൾക്ക് നാളെ മഹ്ശറിൽ വെച്ച് അല്ലാഹു കുടിപ്പിക്കുന്നത് എന്ന് വളരെ ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കണം. അത് എത്ര ഗൗരവത്തോടെ മനസ്സിലാക്കുന്നുവോ അത്രയും അതുമായി ബന്ധപ്പെട്ടവരെ തിരുത്താൻ നമുക്ക് സാധിക്കും. ഇത് വല്ലാത്തൊരു അപകടമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യന് കഴിയാതാവുക. ഇന്നിപ്പോ എത്രയോ സ്ഥലങ്ങളുണ്ട് മദ്യപാനികളെ നല്ലവരാക്കാനുള്ള സ്ഥാപനങ്ങൾ. അഡ്മിറ്റ് ചെയ്യപ്പെടുകയാണ്, മാസം 2 മാസമൊക്കെ ഗുളിക കഴിക്കുന്നു, മരുന്ന് കഴിക്കുന്നു. വീട്ടിലെത്തിയാൽ പിന്നെയും പഴയപടി, വീട്ടിലെത്തിയാൽ പിന്നെയും പഴയപടി. കഴിയുന്നില്ല. കിട്ടാഞ്ഞാൽ വിറക്കുകയാണ്, കിട്ടാഞ്ഞാൽ ബോധരഹിതനായി വീഴുകയാണ്. എത്രത്തോളം അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. അതുകൊണ്ട് ഇത് ലോകത്ത് വ്യാപിക്കുന്ന ഒരവസ്ഥയാണ്. അത്തരം കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നത്. അതുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യത്തിലേക്കും മുസ്ലിം തീരെ എത്തി നോക്കാതിരിക്കാൻ തന്നെയാണ്.